ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വ്യത്യസ്തമായ രീതിയിൽ വളരെ സ്വാദിഷ്ടമായ ഒരു സാമ്പാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. സാമ്പാർ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ് ഒരു 2 പിടി പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ പച്ചക്കറി അരിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ലപോലെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ കുറച്ച് കുതിർന്ന് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത്. തൊലി കളയണമെന്നില്ല, തൊലി കളയണം എന്നുള്ളവർക്ക് തൊലി കളയാം. ഞാൻ തൊലി കളഞ്ഞിട്ടില്ല. കത്തിരിക്ക 2 കത്തിരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കത്തിരിക്ക ഒരല്പം വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യാം, കാരണം പെട്ടെന്ന് വേവുന്നതാണ് കത്തിരിക്ക. ചെറിയ ഉള്ളി 15 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക ഒരു 6 വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ചീനിയമരയ്ക്ക, പടവലങ്ങ, മത്തങ്ങ, ചേമ്പ് മുട്ട എന്ന് പറയും, മുരിങ്ങയ്ക്ക, പച്ചമുളക്, ഇത് വലിയ പച്ചമുളക്, തൊണ്ടൻ പച്ചമുളക്, മല്ലിയില, ടൊമാറ്റോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി, ആവശ്യത്തിന് ഉലുവാപ്പൊടി, കായം പൊടിയാണ്. കായം കഷ്ണമായിട്ടും ചേർക്കാം, ഞാനിപ്പോൾ പൊടിയാണ് എടുത്തിട്ടുള്ളത്. കടുക് താളിക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും. ഇത്രയുമാണ് സാമ്പാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകകൾ. ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു കുക്കർ എടുത്തു വെച്ച് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീനിയമരയ്ക്ക ചേർത്ത് കൊടുക്കാം. ചേമ്പ് മുട്ടയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം വേവുള്ള പച്ചക്കറികളാണ് ചീനിയമരയ്ക്കയും ചേമ്പ് മുട്ടയും. അതുകൊണ്ടാണ് നമുക്ക് പരിപ്പിന്റെ കൂടെ ആദ്യം ഇട്ട് വേവിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം. 2 വിസിൽ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിന്റെ ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവി പൂർണ്ണമായും പോയി. ഇനി നമുക്ക് തുറന്നു നോക്കാം. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അപ്പോൾ പരിപ്പ് ഒന്ന് ഉടഞ്ഞു കിട്ടും. ഇനി അതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ചെറിയ ഉള്ളി ഞാൻ മുഴുവനാണ് ഇട്ടിട്ടുള്ളത്. വലിയ ഉള്ളിയാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിടണം. ചെറിയ ഉള്ളി ചിലർ ആദ്യം പരിപ്പിന്റെ കൂടെ വേവിക്കാറുണ്ട്. ശരിക്കും ചെറിയ ഉള്ളിക്ക് അത്ര വേവില്ല. ഞാൻ മറ്റു പച്ചക്കറികളുടെ കൂടെയാണ് ചേർക്കാറുള്ളത്. അടുത്ത് കത്തിരിക്ക ചേർത്ത് കൊടുക്കാം. കത്തിരിക്ക അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കത്തിരിക്ക അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം നിറയെ ഒഴിച്ച്, നല്ലപോലെ കഴുകി വെള്ളം നിറയെ ഒഴിച്ച് വേണം കത്തിരിക്ക വെക്കാനായിട്ട്. നമ്മൾ പാചകം ചെയ്യാൻ ഇടുന്നത് വരെ അത് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം കത്തിരിക്ക കറുത്ത് പോകത്തില്ല. അടുത്ത് നമുക്ക് മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇടേണ്ട പച്ചക്കറികളെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് പിന്നെ കുറച്ചുകൂടെ വേണ്ടി വരും. നമുക്ക് അടുത്ത പച്ചക്കറികൾ വെണ്ടയ്ക്കയും ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരും. നമ്മളിപ്പം ഒരു പകുതി ഉപ്പ് ഈ പച്ചക്കറിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വേണ്ട, ഒരു 3/4 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. 1 വിസിൽ കേട്ടാൽ മതിയാവും. ഈ പച്ചക്കറികൾ 1 വിസിൽ കൊണ്ട് വേകുന്ന പച്ചക്കറികളാണ്. പിന്നെ കുറച്ച് നേരം കൂടെ ഇരിക്കുമ്പോഴത്തേക്കും അത് പാകത്തിന് വെന്ത് കിട്ടും. അതുകൊണ്ട് 1 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. 1 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു ചീനിച്ചട്ടി വെക്കാം.
ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണിൽ 5 സ്പൂൺ എണ്ണയാണ്. ഇനി എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ പച്ചമുളകും സ്വന്തം പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ മൂപ്പിച്ചാൽ മതി. ഇനി മുരിങ്ങയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2.5 സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. പച്ചക്കറി എല്ലാം വെന്ത് വിസില് എല്ലാം ആവിയെല്ലാം പോയതിനു ശേഷം വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് തിളച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളച്ചതിന് ശേഷം കടുക് താളിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആണ്. വെണ്ടയ്ക്കൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് വരും അതിന്. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.25 സ്പൂണ് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു അടുപ്പിലോട്ട് മാറ്റിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറിയും എല്ലാം ഒരുമിച്ചാക്കി അടുപ്പിലേക്ക് വെക്കാം. പച്ചക്കറിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്ക, തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം.
എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ. പച്ചവെള്ളം ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആയി പോവും. ചാറ് എത്ര വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഉലുവ, ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ചേർക്കാം. ഇപ്പോൾ എന്തായാലും ഇത്രയും മതിയാവും. ആവശ്യത്തിന് ചാറുണ്ട്. പക്ഷെ വറ്റുമ്പോഴത്തേക്കും ചാറ് കുറയാൻ സാധ്യതയുണ്ട്. പരിപ്പും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് സാമ്പാർ കട്ടിയാവും. അതുകൊണ്ട് ആദ്യം തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിരിക്കണം. വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ വെന്ത് ഇതിലോട്ട് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. സാമ്പാർ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വിളമ്പാം. സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.